നമ്മളിപ്പോൾ ഉള്ളത് അൽസീഫ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അപ്പോൾ നമ്മുടെ വെക്കേഷനൊക്കെ ആയപ്പോൾ ഞങ്ങളിവിടെ അൽസീഫ് എന്ന് പറഞ്ഞ അവിടെ എത്തിക്കാണ്. അപ്പോൾ നമ്മൾ ഗോൾഡ് സൂക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്ഥലത്തേക്കൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് എത്തുമോ എന്നുള്ളത് അറിയില്ല, കാരണം നമുക്ക് ട്രാഫിക്കിന് തന്നെ ഭയങ്കരമായിട്ട് സമയം എടുത്തു. അപ്പോൾ ഇപ്പോൾ ഒരു അൽസീഫിൽ നമ്മുടെ ബേസ്മെന്റിൽ ഞങ്ങൾ പാർക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ദുബായ് ട്രിപ്പാണ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ ഞാനും മെറിനും മാഗിയും കൂടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അല്ലേ, കൂടെ ആൾക്കാരൊന്നും കാണാനൊന്നുമില്ല, ആൾക്കാർ ഭയങ്കര കുറവാണ്. അപ്പോൾ എന്തായാലും നോക്കാം, എന്തായാലും പാർക്കിംഗ് കിട്ടി തന്നെ വലിയ കാര്യം. ഞങ്ങൾ ആദ്യം ഗോൾഡ് സൂക്കിനോടേക്ക് പോയി, അവിടെ നിന്ന് പാർക്കിംഗ് കിട്ടാനായിട്ട് നേരെ തിരിച്ചിങ്ങോട്ട് വന്നു. അപ്പം ഇനി ഇവിടുത്തെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിവിടെ ദുബായിലത്തെ ഈ അൽസീഫിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പോകണം, നമുക്കൊരു 6 മണിക്ക് നമ്മൾ മറ്റേ ക്രൂസ് ഒരെണ്ണം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് പോകണം. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് 2-3 ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ലെവലിൽ ഇവിടെ വന്നു. അത് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ രാത്രി വീണ്ടും ഇവിടേക്ക് ഒന്ന് വരാമെന്ന് വിചാരിക്കുന്നു, അല്ലേ? ഓക്കെ, ഇതാണ് നമ്മുടെ അബ്ര എന്ന് പറയുന്ന സ്ഥലം കേട്ടാ. അപ്പോൾ നമ്മുടെ ഈ അബ്ര ഉപയോഗിച്ചിട്ട് നമുക്ക് ദുബായിയുടെ പല സ്ഥലത്തേക്കും വളരെ ചീപ്പായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പഴയ പണ്ടത്തെ കാലത്ത് മറ്റേ ഒരു ചെറിയൊരു ബോട്ടിലേക്കാണ് പോകുന്നത്. ഈ പോകുന്ന പോലത്തെ നമ്മുടെ ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ 1 ദിർഹം 2 ദിർഹം 3 ദിർഹം അങ്ങനെ പല റേറ്റിൽ നമുക്ക് പല പല സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഹെറിറ്റേജ് മോഡൽ, ഒരു ഹിസ്റ്റോറിക്കൽ ടൈപ്പിലേക്കാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നിട്ടുള്ളത്. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഒരു ട്രഡീഷണൽ ടൈപ്പിലാണ് മൊത്തത്തിൽ ഉണ്ടാക്കുന്നത്. ഒരു ലക്ഷറി ടൈപ്പിൽ ഒരു ട്രഡീഷണൽ ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്, നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ പഴയ കുറേ സാധനങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് നമ്മളതെല്ലാം കണ്ടിട്ട് പോവുകയാണ്, നമ്മളൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. പഴയ കണ്ട മോതിരങ്ങളും സംഭവങ്ങളൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ്. ഒരു പ്രത്യേക ഒരു വൈബാണ് ഇവിടെ. പിന്നെ കൂടുതൽ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഫോട്ടോസും ഇങ്ങനെ വെഡിങ് അല്ല, ഈ സേവ് ദ ഡേറ്റ് പോലത്തെ പരിപാടികൾക്കും ഫോട്ടോഷൂട്ടിനൊക്കെയാണ് കുറേ പേര് നമ്മൾ അവിടെ ഇവിടെയും കണ്ടായിരുന്നു. ഫോട്ടോഗ്രാഫർമാരൊക്കെ ആയിട്ട് വന്നിട്ട് മോഡലിങ് ചെയ്യണവർ അങ്ങനെയൊക്കെ. അപ്പോൾ അതെന്തായാലും നല്ല വാട്ടർ ഫ്രണ്ട് ആയിട്ടുള്ളൊരു ഏരിയയാണ്. നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട്. ഇപ്പോൾ അത്യാവശ്യം വെയിലുണ്ടായിരുന്ന കാരണം ചെറിയൊരു ഇതുണ്ട്, പക്ഷേ നല്ല ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ നല്ല രസമായിരിക്കും ഇവിടെ. അപ്പോൾ ഇതേപോലെ ഇവിടെ റെസ്റ്റോറൻറ്റുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അതും ഒരു ട്രഡീഷണൽ ടൈപ്പ് മൊത്തത്തിൽ ഇങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഇവിടെ എല്ലാം കാണുന്നത്. അപ്പോൾ ഇത് പഴയ മോഡൽ ബോട്ടുകൾ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഇവിടുന്ന് റെൻറ്റിന് എടുത്തിട്ടും പോകാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ വേണ്ട കുറേ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനൊന്നും അത്ര വലിയ റേറ്റ് ഒന്നും ഇല്ല, നോർമൽ റേറ്റ് ഒക്കെയാണ് ഇവിടെ. കാലത്തേക്ക് നമ്മുടെ അൽസീഫിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ക്രൂസിലേക്ക് പോകണം അല്ലേ? അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഇനിയിപ്പോൾ രാത്രി ഇനി നോക്കാം, തീരുമാനിച്ചിട്ടില്ല. എന്തായാലും തിരക്ക് ഭയങ്കര കുറവാണ് അല്ലേ? ഭയങ്കര തിരക്ക് കുറവാണ്, നല്ല ചൂടുണ്ട് അല്ലേ? പോവാ. അങ്ങനെ ഞങ്ങൾ ഇവിടെ ജദ്ദാഫ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെ നിന്നാണ് നമ്മുടെ ഈ ഓട്ടോക്ക് ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഓൺലൈനായിട്ട് നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെർ ഹെഡ് ഒരു 50 ദിർഹമാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നല്ല കനാലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഇതിക്കൂടെയാണ് നമ്മുടെ പോകുന്നത്. അപ്പോൾ ഇവിടെ പാർക്കിങ്ങിൻ്റെ സൗകര്യം ഇഷ്ടം പോലെ ഉണ്ട്, അതിൻ്റെ ഒന്നും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ 6 മണി തൊട്ടാണ് നമ്മുടെ ടൈം വന്നിട്ടുള്ളത്. 6 മണി തൊട്ട് 8 മണി വരെയാണ് നമ്മുടെ ടൈം വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ ബുക്ക് ചെയ്തിട്ടുള്ളത് ഒരു 5 സ്റ്റാർ യോട്ടാണ്. അപ്പോൾ പെർ ഹെഡ് ഞാൻ പറഞ്ഞില്ല 50 രൂപയാണ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളിനി അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ കുറേ എണ്ണം അങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ
ഇപ്പോൾ ഒരു ഈവനിങ് സമയം ആയതുകൊണ്ട് തന്നെ ഒരു 5:30 കറക്റ്റ് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 5:30ക്കാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ ഈ ലൈൻ നിൽക്കുന്നത് രജിസ്ട്രേഷന് വേണ്ടിയിട്ടാണ്. അവിടെ നിന്ന് അവർക്കൊരു കൂപ്പൺ തരും. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്താണ് നമ്മുടെ സ്ഥലം. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പല പല ഗ്രൂപ്പുകളുടെ ഇവിടെ ഇങ്ങനെ ഓൾറെഡി ഇങ്ങനെ ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം വരുന്നവർക്ക് ആദ്യം സീറ്റ് കിട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് പല പല കാറ്റഗറീസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ. നോർമലായിട്ടുള്ളതുണ്ട്, ഹൈ ഉണ്ട്, മീഡിയം ഉണ്ട്, അങ്ങനെ പല കാറ്റഗറി ഉണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ഇതേപോലത്തെ ഒരു ഇതാണ്, യോട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 150 പേരെ കൊള്ളുന്ന ഒരു യോട്ടാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. മീൻസ് നമ്മൾ അതിലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ കാണുന്നതാണ് നമ്മുടെ ഐറ്റം. അപ്പോൾ ഇത് കണ്ടാണ്. അപ്പോൾ നല്ല ഒരു ലക്ഷറി ടൈപ്പിലാണ് സംഭവം കാണുന്നത്. അപ്പോൾ നമ്മുടെ എൻ്റെ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണിത്. എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കാം. കാരണം ഇപ്പോൾ നമ്മളതിൽ കയറി യാത്ര തിരിച്ചു. അപ്പോൾ ഇതെന്ന് പറയണത് ശരിക്ക് ഒരു ഗ്രൂപ്പായിട്ട് വരുമ്പോഴേക്കാണ് കുറച്ചും കൂടി ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവുകയെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നമ്മളതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആൾക്കാരുടെ പ്രൈവസി കാരണം നമ്മൾ വല്ലാണ്ട് എടുക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സൂര്യൻ ഇങ്ങനെ ചെറുതായി ഇങ്ങനെ താന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ വെട്ടി തിളങ്ങണുണ്ട്. വെയിലത്ത് നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ പുള്ളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഇവിടുത്തെ ഒരു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ എൻ്റർടൈൻമെൻറ്റ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇവരുടെ എക്സ്ട്രാ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ചാർജ് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് പോകുമ്പോൾ ഇപ്പോൾ ഇതേപോലെ ജ്യൂസ് കാര്യങ്ങൾ, അതേപോലെ ഐസ്ക്രീം, അങ്ങനത്തേനൊക്കെ അവർ എക്സ്ട്രാ ചാർജ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചോദിക്കുക നിങ്ങളുടെ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണോ എന്നുള്ളത് ചോദിക്കാം. അല്ലെങ്കിൽ അവസാനം ഒരു വലിയൊരു ബില്ല് തരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നോർമൽ നമ്മളത് വലിയ ലക്ഷറി ഫുഡൊന്നുമല്ല, നോർമൽ ഫുഡൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഫുഡ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതേപോലെ ഡാൻസും കാര്യങ്ങളും എൻ്റർടൈൻമെൻറ്റ് പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല ഗ്രൂപ്പായിട്ട്. ഇപ്പോൾ ആ പിള്ളേരൊക്കെ വന്നിരിക്കുന്നത് ഒരു ഗ്രൂപ്പായിട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. പക്ഷേ നമ്മൾ ഭയങ്കര എക്സ്പെക്റ്റേഷനൊക്കെ ആയിട്ട് പോകരുത്. എന്നാലും പക്ഷേ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. എല്ലാത്തിലും നല്ല ഫുള്ളാണ്. അപ്പോൾ നമ്മൾ ഈ ഹോളിഡേയിൽ പോയതുകൊണ്ട് നല്ല ആൾക്കാർ ഫുള്ളായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഡാൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ എന്നല്ല, ഒരു രണ്ട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു ഇതേപോലത്തെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഈവനിങ് ടൈമായി. അപ്പോൾ ഇത് വരുന്നത് ഒരു അടിപൊളി ഒരു വ്യൂ ആണ്. ഇപ്പോൾ ഇതൊരു അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഈ ഒരു സമയത്ത് അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ നല്ലൊരു വെയിലൊക്കെ ആറി നല്ലൊരു ക്ലൈമറ്റായിട്ട് നിൽക്കുന്ന സമയത്താണ് അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഫോട്ടോസും സംഭവങ്ങളൊക്കെ എടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഈ ഒരു വ്യൂ അടിപൊളിയായിരുന്നു. അതാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത്. ഒരു വ്യൂ ഈ ഒരു വ്യൂ ആണ്. ബുർജ് ഖലീഫയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ കാര്യങ്ങൾ. ഇത് കണ്ട അങ്ങനെ ഓളം തള്ളിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഫുഡിൻ്റെ ടൈമായി തുടങ്ങി. അപ്പോൾ ആൾക്കാർ ലൈനിൽ നിന്നിട്ടാണ് ഇതാണ് നമ്മുടെ ഫുഡ്. അപ്പോൾ ആവശ്യത്തിന് ഫുഡ് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം ഇൻക്ലൂഡ് ആയിട്ടാണ് ഇപ്പോൾ നമ്മളൊരു 50 ദിർഹം എന്ന് പറയുന്നത്. അപ്പോൾ അതേ കണ്ട. അപ്പോൾ നല്ല അടിപൊളി ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇത് നമ്മളൊരു 6 മണിക്ക് തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 6:30 ഓൾമോസ്റ്റ് 6:20 ആയിട്ടാണ് ഓൾമോസ്റ്റ് എടുത്തതെന്ന് തോന്നുന്നു വണ്ടി. അപ്പോൾ ഇതേ കണ്ട. അപ്പോൾ ആൾക്കാരൊക്കെ മുകളിൽ ഇപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടേക്കാണ് ഈ ആൾക്കാർ ഇരിക്കുന്നിടത്ത് ഇവിടെയാണ് ഇതിൻ്റെ ഓപ്പറേഷൻ നടക്കുന്നത്. നമ്മുടെ കപ്പിത്താൻ ഇവിടെയാണ് ഇരിക്കുന്നത്. ഇതിൽ നോക്കിയിട്ടാണ് ആൾ ഇത് ഓടിക്കുന്നത്. ഫുൾ ക്യാമറാസാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ ഇതിലിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും ഓർഡർ ചെയ്യുമ്പോൾ അതിന് ചോദിച്ചിട്ട് നമ്മൾ ഓർഡർ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ പാക്കേജ് എങ്ങനെയാണെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക. നമ്മളിതിൽ വരുന്നതിന് മുന്നേ പല പല പാക്കേജുകളുണ്ട്. പല സാധനങ്ങൾ ഇൻക്ലൂഡ് ആവും, ചിലത് ഇൻക്ലൂഡ് ആവില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും സംഭവം ചെറിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കൊള്ളാം. അപ്പോൾ പെട്ടെന്ന് തന്നെ പരിപാടി കഴിഞ്ഞു. ഇപ്പോൾ 8 മണി വരെ നിന്നില്ല. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 7:30 കഴിഞ്ഞപ്പോഴേക്കും ഓൾമോസ്റ്റ് നമ്മുടെ തീരത്തടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാരണം ഇത് എനിക്കറിയില്ല ഇതിൻ്റെ ടൈമിങ് കറക്റ്റ് ഇവർ ഫോളോ ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കാറായി. ഇതേ കണ്ട രാത്രിയായി. അപ്പോൾ ഇവിടെ ഇത് ഒരു ട്രഡീഷണൽ ആയിട്ടാണ് കേട്ടോ. അത് ഒരു നല്ല രസമുണ്ട്. ഒരു പഴയ എന്താ പറയുക മരത്തോണ്ട് ഉണ്ടാക്കിയൊരു പോലത്തെ ഒരു സംഭവമാണ്. നമ്മുടെ നോർമൽ യാത്ര കണ്ടല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങളിതുപോലെ പോയിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾ കമൻറ്റ് ആയിട്ടിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും
ബൈ ബൈ, സി യു.